ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ് മലയാളം യൂണിറ്റ് 1 മഴയോ മഴ എന്ന യൂണിറ്റിൻ്റെ 2ാമത്തെ ഭാഗം. ആദ്യത്തെ ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചങ്ങായി വ്ലോഗിൽ മഴയോ മഴ എന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണുക. ഇനി അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കൂട്ടുകാർ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇതൊന്നും കാണാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുട വരയ്ക്കലാണ് ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം. ഈസി ആയിട്ട് നമുക്ക് കുട വരയ്ക്കാം. റാ എന്നിട്ടിട്ടുള്ള കുടയാണ് നമ്മൾ വരയ്ക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഈസിയായി കുട വരയ്ക്കാം. ഇനി ഉത്തരം കണ്ടെത്താം. ഉത്തരം കണ്ടെത്തണം. ഇത് കടങ്കഥയാണ്. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഇത് ഈ വളഞ്ഞ കാലുള്ള കുടയെ കുറിച്ചിട്ട് ഉണ്ടാക്കിയ കടങ്കഥയാണ് കേട്ടോ. വയസ്സായ ആളുകളും എല്ലാവരും അത് ഈ ഷർട്ടിൻ്റെ കോളറിൽ തൂക്കി ഇങ്ങനെ നടക്കും. അതാണ് തോളിൽ കയറുക എന്ന് പറയുന്നത്. അതിൻ്റെ കാലിൽ പിടിച്ചാൽ അത് തോളിൽ കയറും എന്ന് പറയുന്നത്. നമ്മളൊക്കെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. അപ്പോൾ അവിടെ കുട എന്ന് എഴുതാം. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. എന്തൊക്കെയാണ്? നിങ്ങൾക്ക് കുറേ കടങ്കഥ അറിയായിരിക്കും അല്ലേ. അടുത്ത പ്രവർത്തനം നോക്കാം. പറയുമ്പോൾ മഴ പെയ്യുമോ? പറയുമ്പോൾ മഴ പെയ്യുമോ? നമ്മൾ പറയുമ്പോൾ മഴ പെയ്യോ? ഇല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ വളരെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇവിടെ നോക്കുക, മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ മഴ പെയ്യും. മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ മഴ നിൽക്കും. നോക്കാം, പറയുമ്പോൾ മഴ പെയ്യുമോ എന്ന് നോക്കാം. കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. ഈ പരീക്ഷണത്തിലാണ് ഈ മഴ കേട്ടോ. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ അടിയിൽ കുറേ സുഷിരങ്ങൾ ഉണ്ടാക്കുക. സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ, ഓട്ട. ആ ഓട്ട ഉണ്ടാക്കാൻ നമുക്ക് പപ്പടക്കമ്പി ചൂടാക്കിയിട്ട് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. മുകൾ ഭാഗത്ത് ഈ സ്ഥലത്തായിട്ട് ഒരു ചെറിയ സുഷിരം കൂടി ഉണ്ടാക്കുക. ചിത്രത്തിലും ഇത് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലേ. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഇങ്ങനെ നിറച്ചാൽ ആ ഓട്ടയിൽ കൂടെ വെള്ളം അതേപോലെ പോവില്ലേ. അപ്പോൾ ബക്കറ്റിലേക്ക് ഈ കുപ്പി താഴ്ത്തി വെച്ച് വേണം നമ്മൾ വെള്ളം നിറയ്ക്കാൻ. ഇനി അതിൻ്റെ അടപ്പ് അടയ്ക്കുക. ഇപ്പോൾ നോക്കൂ, ഈ കുട്ടി പറയുന്നു പെയ്യട്ടെ മഴ പെയ്യട്ടെ. കുപ്പിയിൽ നിന്ന് വെള്ളം പോകുന്നത് കണ്ടോ? പെയ്യട്ടെ മഴ പെയ്യട്ടെ, നിൽക്കട്ടെ മഴ നിൽക്കട്ടെ. പെയ്യട്ടെ മഴ പെയ്യട്ടെ, നിൽക്കട്ടെ മഴ നിൽക്കട്ടെ. ഇതിന്റെ പ്രവർത്തനം എന്താന്ന് വെച്ചാൽ അവിടെ അടിയില് കുറെ ഓട്ടം. പിന്നെ ഞാൻ പിടിച്ചോട്ടില്ലേ ഒരോട്ടുണ്ട് കണ്ടില്ലേ. ഈ ഓട്ട പിടിച്ച വെള്ളം നിൽക്കും. ഈ ഓട്ട വിട്ടാ നിൽക്കും. പോവും ഇങ്ങനെ. ഇതാണ് ഇതിന്റെ ട്രിക്ക്. മനസ്സിലായോ? മനസ്സിലായ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യേണ്ട മറക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് നോക്കാം. കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. കുപ്പി ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വിരൽ കൊണ്ട് ഒരു വശത്തിട്ടിട്ടുള്ള ഒരു സുഷിരം ഉണ്ടല്ലോ, അത് നല്ല പോലെ അമർത്തിപ്പിടിച്ചിട്ട് വേണം കുപ്പി ഉയർത്താൻ. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? ഇവിടെ നോക്കുക, നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഇയാൾ ചെയ്യുന്നതെന്ന് നോക്കി നോക്കൂ.
മഴ പെയ്യുന്നുണ്ട്, മഴ നിൽക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം. എന്താണ് നിങ്ങൾ കണ്ടത്? കുപ്പിയുടെ മുകളിലെ സുഷിരം അടച്ചു പിടിച്ചപ്പോൾ അടിയിലെ സുഷിരങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് വന്നില്ലല്ലോ? ഇല്ല. കുപ്പിയുടെ മുകളിലെ സുഷിരത്തിൽ നിന്ന് വിരൽ മാറ്റിയപ്പോഴോ അടിയിലെ സുഷിരങ്ങളിലൂടെ വെള്ളം മഴ പോലെ താഴേക്ക് പതിച്ചു. കുപ്പിയുടെ മുകളിലെ സുഷിരം വീണ്ടും അടച്ചപ്പോൾ വെള്ളം താഴേക്ക് വീഴുന്നത് നിന്നു. വീണ്ടും കൈയെടുത്തപ്പോഴോ വീണ്ടും മഴ പെയ്തു. ഇതാണ് നമ്മൾ കണ്ടത്. കണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതാനുള്ള സ്ഥലത്ത് എഴുതണം. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാമാണ്? ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പി, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സുഷിരവും അടിയിൽ ധാരാളം സുഷിരവും വേണേ. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം. ഈ 2 സാധനങ്ങളെ വേണ്ടുള്ളൂ. ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കുപ്പി, ഒരു ബക്കറ്റ് വെള്ളം. ഇപ്പോൾ കുപ്പിയുടെ മുകളിലെ സുഷിരത്തിൽ വിരൽ അമർത്തി പിടിക്കുമ്പോൾ അടിയിലുള്ള സുഷിരങ്ങളിലൂടെ വെള്ളം താഴേക്ക് വരുന്നില്ലല്ലോ. എന്താണ് കാരണം? കുപ്പിയുടെ മുകളിലെ സുഷിരം തുറക്കുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുപ്പിയുടെ അകത്തെ ജലത്തെ അമർത്തുന്നു. അപ്പോൾ വെള്ളം താഴേക്ക് വരുന്നു. നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഈ വായു ഉണ്ട്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം അന്തരീക്ഷത്തിൽ വായു ഉണ്ട് എന്ന്. ഈ വായുവിന് ബലം പ്രയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ മുകളിലെ സുഷിരത്തിൽ നിന്ന് നമ്മൾ വിരൽ മാറ്റുമ്പോൾ അന്തരീക്ഷ മർദ്ദം ആ സുഷിരത്തിലൂടെ വന്ന് ജലത്തെ അമർത്തുന്നു. അപ്പോൾ ജലം അടിയിലെ ഓട്ടകളിലൂടെ താഴേക്ക് വരുന്നു. മുകളിലെ സുഷിരം അമർത്തിപ്പിടിക്കുമ്പോൾ എന്താണ്? ഈ മർദ്ദം പ്രയോഗിക്കാൻ വായുവിന് കഴിയുന്നില്ല. ഈ ബലം പ്രയോഗിക്കാൻ വായുവിന് കഴിയുന്നില്ല. അതുകൊണ്ട് വെള്ളം വീഴുന്നത് നിൽക്കുന്നു. മനസ്സിലായോ? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിൽ ധാരാളമായി പഠിക്കാം. ഇപ്പോൾ ഇത് വായുവിൻ്റെ മർദ്ദം കൊണ്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. വായു മർദ്ദം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് വശത്തെ സുഷിരത്തിൽ നിന്ന് വിരൽ എടുക്കുമ്പോൾ വെള്ളം താഴേക്ക് വീഴുന്നത്. സുഷിരം അടച്ചു പിടിക്കുമ്പോൾ വായുവിന് മർദ്ദം പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇന്നലെ പെയ്ത മഴയെക്കുറിച്ചാണ് കേട്ടോ. ഒരു മഴ അനുഭവം. ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരുപാട് മഴ കണ്ടല്ലേ? ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വെയിലാണെങ്കിലും ഇതിന് മുമ്പ് നല്ല മഴയുള്ള ദിവസങ്ങളായിരുന്നു. അന്നത്തെ ഒരു അനുഭവം നമ്മൾ ഓർമ്മിച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഈ കുട്ടിയുടെ അനുഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചുപോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരമാകുമ്പോൾ വെളിച്ചം കുറഞ്ഞ് വരും. അതാണ് സന്ധ്യ. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷേ എന്തു ചെയ്യാം? എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. മഴയല്ലേ അഴുക്കൊക്കെ അവിടുന്ന് ഒഴുക്കി കൊണ്ടുവന്നത്. എന്നിട്ട് അവരുടെ മുറ്റത്താണ് അതൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പം പറയാണ് മഴേൻ്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട് എന്ന്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള അനുഭവം നിങ്ങൾക്കും എഴുതാം. മഴയത്ത് എന്തുപോലെ അനുഭവം ആയിക്കൊള്ളണമെന്നില്ല. ഇടി വന്നതോ അല്ലെങ്കിൽ കാറ്റ് വന്നതോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ഞാനും മഴയും മഴ അനുഭവം എഴുതാം. നിങ്ങൾ ചെയ്തു നോക്കുന്നോ? എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ടീച്ചറും ഒരു മഴ അനുഭവം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തരുന്നുണ്ട്. ഇനി അഭിനയിച്ചാലോ? അഭിനയിക്കാം. വിറയണ്, നനയണ്, കുളിര് കോരണ്. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ അഭിനയിക്കുക.
അടുത്തതായിട്ട് മഴച്ചൊല്ലുകൾ കണ്ടെത്താം. മഴ തോർന്നാലും മരം പെയ്യും. മഴ തോർന്നാലും മരം പെയ്യും. ഇതൊരു ചൊല്ലാണ്, മഴയെക്കുറിച്ചിട്ടുള്ള ഒരു ചൊല്ല്. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാവരും മഴ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു ചെടി അല്ലെങ്കിൽ ഒരു മരം നിങ്ങളെക്കാൾ ഉയരമുള്ളതാണെങ്കിൽ അത് പിടിച്ചൊന്ന് കുലുക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ദേഹത്തേക്ക് തണുത്ത തുള്ളികൾ വീഴും. എന്ത് സുഖമാണ് അതിനെന്നറിയോ? അതിനാണ് നമ്മൾ മഴ നിന്നാലും മരം പെയ്യുമെന്ന് പറയുന്നത്. ഇലകളിൽ തങ്ങി നിൽക്കുന്ന ആ വെള്ളം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മളൊന്ന് തൊട്ടാൽ മതി. അപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കാറുണ്ട്. ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അത് പിടിച്ച ഒറ്റ കുലുക്കുന്ന ആൾ ഓടും. മറ്റേ ആളത് ഓർക്കാതെ നിൽക്കുന്നത് കൊണ്ട് ആകെ നനയും. പക്ഷെ നല്ല രസമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ചൊല്ലിൽ മറ്റർത്ഥം കൂടി പറയുന്നുണ്ട്. മഴ തോർന്നാലും മരം പെയ്യും എന്ന് വെച്ചാൽ മഴ കഴിഞ്ഞാലും ആ മഴയുടെ ബാക്കിയാണ് ആ മരം പെയ്യിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഒരു സന്തോഷമുള്ള ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, ഇന്ന് ഇപ്പോൾ രാവിലെ ഒരു സന്തോഷമുള്ള ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഇന്ന് മുഴുവൻ നമുക്കതിൻ്റെ സന്തോഷം മനസ്സിൽ നിൽക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് സങ്കടമുള്ള കാര്യമാണെങ്കിലും. ഒരാൾക്ക് ഒരു സങ്കടം ഉണ്ടായാൽ അതിൻ്റെ ഇത് ഇന്ന് മുഴുവനും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നിൽക്കും, അല്ലേ? ഇനി നിങ്ങൾ മഴയുടെ കുറിച്ചുള്ള കൂടുതൽ ചൊല്ലുകൾ ഒന്ന് കളക്ട് ചെയ്യണം. എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് ഒരു 4-5 ദിവസം ഭയങ്കര മഴയായിരുന്നു, അല്ലേ? പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. അപ്പം നമ്മൾ വിചാരിച്ചു, എന്തൊരു മഴയാണ്, രാവിലെ തുടങ്ങിയ മഴ, അല്ലേ? ചീഞ്ഞ മഴ. അങ്ങനെ മഴയ്ക്കില്ലാത്ത കുറ്റങ്ങളില്ല, അല്ലേ? അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചൊല്ലാണ് 1000 വെയിലാവാം അരമഴ വയ്യ. 1000 വെയിലായാലും നമ്മളത് സഹിക്കും, ചൂട് എന്നൊക്കെ പറഞ്ഞ് സഹിക്കും. പക്ഷെ അരമഴ വയ്യ പറഞ്ഞാൽ അത്രയും മഴ നമുക്ക് ഇഷ്ടമല്ല. പിന്നെ തിരുവാതിരയിൽ തിരിമുറിയാതെ. തിരുവാതിര എന്ന് പറഞ്ഞൊരു ഞാറ്റുവേലയാണ്. അതിൽ തിരിമുറിയാതെ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ നിൽക്കാതെ മഴ പെയ്യും. തിരുവാതിരയിൽ തിരിമുറിയാതെ. ഇനി മകീര്യം. മകീര്യത്തിൽ എങ്ങനെയാണ്? മകീര്യത്തിൽ മതി മറന്ന് പെയ്യണം. അതും ഒരു ഞാറ്റുവേലയാണ്. മകീര്യത്തിൽ മതി മറന്ന് പെയ്യണം. മറ്റൊന്നാണ് അത്തം കറുത്താൽ ഓണം വെളുക്കും. ഓണം എല്ലാവർക്കും അറിയാം, അല്ലേ? അത്തം നിങ്ങൾക്കറിയോ? അത്തത്തിൻ്റെ അന്നാണ് നമ്മൾ പൂവിടാൻ തുടങ്ങുക. 10 ദിവസം, അല്ലേ? അത്തം തൊട്ട് 10ാം നാളാണ് ഓണം. 10 ദിവസം നമ്മൾ പൂവിടും. ആ അത്തം അഥവാ കറുത്താലും ഓണം വെളുക്കുന്നാണ് പറയുന്നത്. അതായത് അത്തത്തിന് ചിലപ്പോൾ മഴയായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല, പൂവിട്ടതൊക്കെ ഒലിച്ചു പോയിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അത്തം കറുത്താൽ ഓണം വെളുക്കും, നമുക്കൊരു പ്രതീക്ഷയാണ്. പിന്നെ മഴ പെയ്താൽ പുഴയറിയും. മഴ പെയ്താൽ പുഴയറിയും. മഴ പെയ്താൽ പുഴയിൽ എന്തായാലും അറിയും. കാരണം എവിടെ നിന്നാണ് മഴ തുടങ്ങുന്നത്? മലമുകളിൽ നിന്നാണ് മഴ തുടങ്ങുന്നത്. മലമുകളിൽ നിന്നാണ് പുഴയും തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ മഴ പെയ്താൽ പുഴയറിയും. ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. ചുവന്ന മാനമാണെങ്കിൽ അന്ന് മഴയില്ല എന്നാണ്. ആകാശം ചുവന്നാണ് കാണുന്നതെങ്കിൽ അന്ന് മഴയില്ല. ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല. ഇത്രയും മഴച്ചൊല്ലുകൾ നിങ്ങൾ പഠിക്കുക. മഴത്തുള്ളി കഥ പറയുമ്പോൾ മഴയുടെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നോ? കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഠേ ഠേ ഠോ ഠോ.
ഞങ്ങൾക്ക് പേടിയായി. കാറ്റാഞ്ഞു വീശി. തണുപ്പ് കൂടി കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ഒഴുകി ചാലുകളായി. തോടു നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. ഈ മഴത്തുള്ളിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ? മഴത്തുള്ളി ആദ്യം എവിടെയായിരുന്നു? വീണ്ടും ഞങ്ങൾ കടലിലേക്ക് എന്നാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മഴത്തുള്ളി എവിടെയായിരുന്നു ആദ്യം? കടലിലായിരുന്നു. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ. ആ മഴത്തുള്ളി കടലിൽ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ കളിക്കാൻ ധാരാളം പേർ, കുറേ പേരുണ്ട്. അപ്പോഴാണ് വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂട്, വെള്ളത്തിന് സഹിക്കാൻ പറ്റാത്ത ചൂട്. അപ്പോൾ എന്തുണ്ടായി? ഞാനല്ലാതായി മാറുന്നോ? ഈ വെള്ളം എന്തായി എന്നറിയോ? വെള്ളം ചൂടുകൊണ്ട് നീരാവിയായി. നിങ്ങൾ ഓരോ അടുപ്പത്തെ ഓരോ സാധനങ്ങൾ ചൂടായി തിളയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ആവി പോകുന്നത് കണ്ടിട്ടില്ലേ? നീരാവി. അതുപോലെ കടലിലെ വെള്ളം ചൂടായി ഈ മഴത്തുള്ളി നീരാവിയായി മേലേക്ക് പോയി. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. എന്നിട്ടോ ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. മേഘത്തിൽ പോയി ഒളിച്ചിരുന്നു. അപ്പോഴാണ് എന്തുണ്ടായത്? ഠേ ഠേ ഠോ ഠോ എന്നൊക്കെ പറഞ്ഞ് തട്ടും മുട്ടും. ഞങ്ങൾക്ക് പേടിയായി. അപ്പോൾ ഇവർക്കൊക്കെ പേടിയായി, കൂട്ടുകാർക്കൊക്കെ. കാറ്റ്, നല്ല കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടി കൂടി വന്നു. നല്ലോണം തണുപ്പായി, നല്ല തണുപ്പ്. അപ്പോഴെന്തു സംഭവിച്ചു? കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. നല്ലോണം തണുപ്പ് കൂടിയപ്പോൾ അവരെന്തായി? വീണ്ടും വെള്ളമായി തുള്ളിയായി താഴേക്കെത്തി. ഒഴുകി ഒഴുകി, അങ്ങനെ ഒഴുകി, ആ വെള്ളം ഒഴുകി ചെറിയ ചാലുകളായി ഒഴുകി തോട്ടിലെത്തി. തോട്ടിൽ നിന്ന് അത് പുഴയിലെത്തി. പുഴയിൽ നിന്ന് വീണ്ടും കടലിലെത്തി. അപ്പം മഴ എവിടുന്നാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കടലിൽ നിന്ന് തന്നെയാണ് മഴയുടെ തുടക്കം. കടലിലെ വെള്ളം ചൂടായി നീരാവിയായി മേലോട്ട് പൊങ്ങി മേഘങ്ങളായി നിൽക്കും. മേഘങ്ങളിൽ ഒളിച്ചു നിൽക്കും അല്ലേ? ആ മേഘം തണുക്കുമ്പോഴാണ് വീണ്ടും മഴയായിട്ട് ഇത് ഭൂമിയിലേക്ക് തന്നെ വരുന്നത്. മഴ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ? കടലിലെ വെള്ളം ചൂടുകൊണ്ട് നീരാവിയായി മേൽപോട്ട് പൊങ്ങുന്നു. ഈ നീരാവി തണുത്ത് മേഘങ്ങളാകുന്നു. മേഘങ്ങൾ വീണ്ടും തണുക്കുമ്പോൾ മഴയായി പെയ്യുന്നു. മനസ്സിലായോ? ഉത്തരം കണ്ടെത്താം. കടലിൽ കളിച്ചത് ആരാണ്? കടലിൽ കളിച്ചത്? വെള്ളത്തുള്ളികൾ. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്താണ്? വെള്ളത്തുള്ളികൾ മേഘങ്ങളുടെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ആകാശത്തും നല്ല ചൂടാണ്. അതുകൊണ്ട് അവർ മേഘത്തിൽ ഒളിച്ചു. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാണ്? ഇടിമുഴക്കം കേട്ടിട്ട്. ഠേ ഠേ ഠോ ഠോ എന്നൊക്കെ കേട്ടില്ലേ? ഇടിമുഴക്കം കേട്ടിട്ട്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? മേഘങ്ങളിൽ ഒളിച്ചിരുന്ന മഴത്തുള്ളികൾ താഴേക്ക് വീണു. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കാം. അടുത്ത പ്രവർത്തനം സംഭാഷണം എഴുതാം. കുട്ടിയും മഴത്തുള്ളിയായിട്ടുള്ള സംഭാഷണമാണ് കേട്ടോ. കുട്ടി: മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളി: ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. നോക്കൂ, മഴത്തുള്ളിക്ക് താഴെയും നല്ല ചൂടായിരുന്നു അല്ലേ? കടൽ ചൂടായി വെള്ളം നീരാവിയായിട്ടാണ് ഈ മേലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മഴത്തുള്ളിയുടെ ഉത്തരം എന്താണ്? ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. കുട്ടി: മഴത്തുള്ളിയുടെ മറുപടി കേട്ടാലാണ് കുട്ടിയുടെ ചോദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മഴത്തുള്ളി എന്താണ് പറയുന്നത്? ഠേ ഠേ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ കുട്ടി ചോദിച്ചത് എന്തായിരിക്കും? മഴത്തുള്ളി നീ എന്തിനാ പേടിച്ചത്? ഓക്കെ അല്ലേ? മഴത്തുള്ളി ഠേ ഠേ ശബ്ദം കേട്ടിട്ട്.
ഇപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? മഴത്തുള്ളി: ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്നു. ഞങ്ങളെ അവിടെയും ഇവിടെയുള്ള എല്ലാതും ഒരുമിച്ച് നിന്നു. തണുത്ത് തണുത്ത് താഴേക്ക് വീണു. നല്ല തണുക്കുമ്പോഴാണ് മഴ വീണ്ടും മഴയായിട്ട് താഴേക്ക് വീഴുന്നത്. തണുത്ത് തണുത്ത് താഴേക്ക് വീണു. ഇനി കണ്ടെത്താം, എഴുതാം. പദസൂര്യൻ നമുക്കൊന്ന് പൂർത്തിയാക്കാം. എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. ജലസ്രോതസ്, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്രോതസ്. ജലം നമുക്ക് ശേഖരിച്ചു വെക്കുന്ന സ്ഥലങ്ങളാണ് ജലസ്രോതസ്സുകൾ. പ്രകൃതിയിലുള്ള ഒരുപാട് സ്ഥലത്ത് വെള്ളം ശേഖരിച്ചു വെക്കുന്നുണ്ട്. അതിലൊന്നാണ് പുഴ. പുഴ ഒരു ജലസ്രോതസ്സാണ്. അതേപോലെ തന്നെ കുളം, തോട്, കിണർ, കനാൽ, കായൽ, പിന്നെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് ഇത്രേ തന്നിട്ടുള്ളൂ. കടൽ, വലിയ കടലുണ്ട്. ഇതെല്ലാം ജലസ്രോതസ്സാണ്. ജലം ശേഖരിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ. പ്രതികരിക്കാം. പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. ഇവിടെ നോക്കൂ, ഒരു ഫാക്ടറിയിലെ മാലിന്യ കുഴലുകളാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത്. ഫാക്ടറിയിലെ മാലിന്യം, കറുത്ത വെള്ളം കണ്ടില്ലേ? എവിടേക്കാണ് വന്ന് വീഴുന്നത്? പുഴയിലേക്കാണ്. ഈ ഫാക്ടറിയിലെ മാലിന്യം കറുത്ത പുകയായി മേലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ വെള്ളത്തിലേക്ക് നേരിട്ട് പതിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ തന്നിട്ടുള്ള പോസ്റ്റർ വാക്യം ഒന്ന് വായിക്കാം. അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ജലസ്രോതസ്സുകൾ ഒരു നാടിൻ്റെ സമ്പത്താണ്. അതൊരിക്കലും മലിനമാക്കരുതേ. അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇനി നമ്മൾ കുറച്ച് പോസ്റ്ററുകളൊക്കെ ഇവിടെ തയ്യാറാക്കണം. അതിനുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ 1-2 പോസ്റ്ററുകൾ നമുക്ക് എഴുതാം. ജലം ജീവാമൃതം. ജലമില്ലെങ്കിൽ ജീവനുമില്ല. അതൊരു പോസ്റ്ററായിട്ട് നമുക്ക് എഴുതാം. പോസ്റ്ററിൽ എപ്പോഴും നമ്മൾ ചിത്രം കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ജലം ജീവനാണ്, മാലിന്യം മരണവും. ജലം ജീവനാണ്, മാലിന്യം മരണവുമാണ്. മനസ്സിലായില്ലേ? ഇനിയും ഇതുപോലെയുള്ള പോസ്റ്റർ വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം. അടുത്തത് നോക്കാം. നമ്മുടെ നാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത. നമ്മുടെ നാട് എന്ന് പേരിട്ടിട്ടുള്ള ഒരു കവിതയാണ്. നമ്മുടെ കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു കവിത. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോല പീപ്പി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോല പീലി നിവർത്തി ആടുക നാടേ തിരയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച, പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. ഇനി നിങ്ങളും പുതിയ ഈണം കണ്ടെത്തി ഇത് ഒന്നിച്ച് പാടണം. കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? മലകളുള്ള നാട്. ആദ്യം തന്നെ അതാ പറഞ്ഞത്, കുളിരുണരും മലയുടെ നാട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? പുഴകളുള്ള നാട്, നീലക്കടലിൻ്റെ നാട്, നെൽവയലുകളുടെ നാട്, കാടുകളുള്ള നാട്, തെങ്ങും പനയുമുള്ള നാട്. ഇങ്ങനെയുള്ള നാടിൻ്റെ കവിതയാണ് നമ്മളിവിടെ ചൊല്ലിയത്. എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടോ? കവിത എല്ലാവർക്കും മനസ്സിലായോ?
നിങ്ങൾ പുതിയ ഈണം കണ്ടെത്തി നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ചൊല്ലി രസിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത യൂണിറ്റുമായി ഉടനെ കാണാം. താങ്ക് യു.